നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ആന്റി അപ്പൊ തന്നെ ആ പാർവതിയെ ഗെറ്റ് ഔട്ട് അടിച്ചത് നന്നായി ആന്റി. അവളിവിടെ കയറ്റി താമസിപ്പിച്ചിരുന്നെങ്കിൽ അട്ട ഒട്ടിപ്പിടിക്കുന്ന പോലെ അവൾ ഇവിടെ ഒട്ടിപ്പിടിച്ചേനെ. ആന്റിയും കൈലാഷിനെയും അങ്കിളിനെയും ഒക്കെ അവള് പരസ്പരം തെറ്റിക്കുകയും ചെയ്തേനെ. ഞാൻ അവളോടുള്ള ഇഷ്ടക്കേട് കൊണ്ട് വെറുതെ പറയുന്നതല്ല ആന്റി. കമ്പനിയിൽ അവൾക്ക് ഇത്തിരി സ്വാതന്ത്ര്യം നൽകിയതോടെ അവൾ അങ്കിളിനെയും കൈലാഷിനെയും പരസ്പരം തെറ്റിച്ചില്ലേ. അവളുടെ കുടുംബത്തിലെ കഷ്ടപ്പാടുകൾ വിവരിച്ച് കൈലാഷിന്റെ കയ്യിൽ നിന്ന് കുറച്ചു കുറച്ചായിട്ട് ഊറ്റിയെടുക്കാനാ അവളുടെ പ്ലാൻ. പാർവതിയുടെ കണ്ണ് കലങ്ങിയാലേ കൈലാഷിന്റെ ചങ്ക് കലങ്ങുകയും ചെയ്യും. അവളുടെ തട്ടിപ്പേ അവന് മനസ്സിലാവുന്നില്ല. അതാണ് കൈലാഷിന്റെ ഏറ്റവും വലിയ പ്രോബ്ലം. ആന്റി രണ്ടുപേരുടെ നടുവിൽ കയറി നിന്നില്ലെങ്കിൽ പാർവതി കൈലാഷിന് വലിയ കുഴിയെ ചാടിക്കും. എനിക്കറിയാം മുക്ത, കൈലാഷിനെ ഇങ്ങനെ വിടാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. അവൻ അവളെ പുറങ്കാല് കൊണ്ട് തട്ടി എറിയണമെങ്കിൽ അവന്റെ ജീവിതത്തിലേക്ക് ഒരു പെണ്ണ് കയറി വരണം. അവന്റെ കല്യാണം എത്രയും വേഗം നടത്തണം. അത് ആന്റി പറഞ്ഞത് സത്യോ? കൈലാഷിനെ മനസ്സിലാക്കുന്ന ഒരു പെൺകുട്ടി കൈലാഷിന്റെ ജീവിതത്തിലേക്ക് വന്ന കൈലാഷ് പിന്നെ പാർവതിയെ തിരിഞ്ഞു നോക്ക പോലും ഇല്ല. അവന് പറ്റിയൊരു പെൺകുട്ടിയെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ആന്റി എന്താ പറഞ്ഞത്? ഞാനൊന്ന് ചെറുതായിട്ട് സൂചിപ്പിച്ചപ്പോ ആ വീട്ടുകാർക്ക് 100% സമ്മതം. നല്ല കുട്ടിയാ, കൈലാഷിന് ഇഷ്ടപ്പെടുന്ന എന്റെ വിശ്വാസം. ഞാൻ ഈ കുടുംബത്തിന് വേണ്ടി എത്ര കഷ്ടപ്പെടുന്നതാ, എന്നിട്ടും ആന്റിയുടെ കണ്ണില് ഞാൻ പെടുന്നില്ല. നല്ല കുട്ടിയാണത്രേ. ഞാനെന്താ തലതെറിച്ചവളാണോ? മുക്ത എന്താ ആലോചിക്കുന്നേ? ആന്റി പറഞ്ഞത് തന്നെ. കൈലാഷിന്റെ മനസ്സ് വഴിതെറ്റി പോകാതെ നോക്കാൻ ഒരു പെൺകുട്ടിക്ക് മാത്രമേ കഴിയൂ. കൈലാഷിനെ നന്നായി മനസ്സിലാക്കുന്നവളായിരിക്കണം ആ പെൺകുട്ടി. കൈലാഷിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ളവളായിരിക്കണം ആ പെൺകുട്ടി. കൈലാഷിന്റെ വീക്ക്നെസ്സും സ്ട്രെങ്ത്തും എല്ലാം തിരിച്ചറിയാൻ കഴിവുള്ളവളായിരിക്കണം. ഒരു വീഴ്ച വരുമ്പോ അതിൽ നിന്ന് കൈലാഷിനെ കരകയറ്റി കൊണ്ടുവരാൻ കഴിയുന്നവളായിരിക്കണം. കൈലാഷിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്നെ പോലെ മനസ്സിലാക്കിയ വേറൊരാളില്ല ആന്റി. കൈലാഷിന്റെ വീക്ക്നെസ്സും സ്ട്രെങ്ത്തും ഞാൻ തിരിച്ചറിഞ്ഞതുപോലെ മറ്റാരും തിരിച്ചറിഞ്ഞിട്ടില്ല. അവനൊരു വീഴ്ച വരുമ്പോ കൈ പിടിച്ച് കര കയറ്റാൻ ഈ മുക്തയ്ക്ക് കഴിയും. മുക്ത, കൈലാഷിന്റെ ഭാര്യയാകാൻ നിനക്ക് സമ്മതമാണെന്ന് ചോദിക്കാൻഡി, ചോദിക്ക്. മുക്ത, നിന്നെ ഞാനൊരു ജോലി ഏൽപ്പിക്കട്ടെ, നീ ചെയ്യുവോ? കൈലാഷിനെ നേർവഴിക്ക് കൊണ്ടുവരുന്നതല്ലേ ആന്റി എന്നെ ഏൽപ്പിക്കാൻ പോകുന്ന ജോലി. നീ കൈലാഷിനെ കല്യാണം കഴിക്കണമെന്നല്ലേ ആന്റി എന്നോട് പറയാൻ പോകുന്നേ. ആന്റി, അതെനിക്കൊരു ജോലിയേ അല്ല, അതെന്റെ സ്വപ്ന. ആന്റിയുടെ നാവിൽ നിന്നും അത് കേൾക്കാനാ ഞാൻ കാത്തിരിക്കുന്നത്. മുക്ത, നീ ഈ ലോകത്തൊന്നും അല്ലേ? ഞാൻ ചോദിച്ചത് നീ കേട്ടില്ലേ? ഞാനൊരു ജോലി ഏൽപ്പിച്ചാ നീ ചെയ്യുവോ? ഷ്യൂർ ആന്റി. ആന്റിയോട് ഞാൻ എപ്പോഴെങ്കിലും നോ പറഞ്ഞിട്ടുണ്ടോ? കൈലാഷ് പാർവതി എവിടെയാ താമസിപ്പിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ ചോദിച്ചിട്ട് അവൻ പറയുന്നുമില്ല. മുക്ത അതെങ്ങനെങ്കിലും ഒന്ന് കണ്ടുപിടിക്കണം, എന്നിട്ട് എന്നെ അറിയിക്കണം. ഓ, ഇതാണോ ഞാൻ ചെയ്യേണ്ട ജോലി? ഞാൻ കരുതി അല്ലെങ്കിൽ ആന്റി അങ്കിളും കൈലാഷൊക്കെ ഇങ്ങനെ ലോകത്തുള്ള സകല കാര്യങ്ങളും അറിയും. കൂടെ നിൽക്കുന്ന ആളുടെ മനസ്സ് മാത്രം അറിയില്ല. മുക്ത, ഷ്യൂർ ആന്റി. ഞാനത് എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചിട്ട് ആന്റിയെ അറിയിക്കാം. അവൻ വരുന്നുണ്ട്, ഞാൻ പറഞ്ഞ കാര്യം സംസാരിക്കും. ശരി ആന്റി. മമ്മി എന്താ പറഞ്ഞ? അത് പാർവതിയെ നീ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് ആന്റിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയായിരുന്നു. മമ്മിക്ക് അവള് കമ്പനിയിലൊരു ജോലിക്കാരി മാത്രമാണല്ലോ, അതുകൊണ്ട് മമ്മിക്ക് അത് അംഗീകരിക്കാൻ കഴിയാത്ത. ഒരു ദിവസം മമ്മിയോട് ഞാൻ എല്ലാം തുറന്നു പറയും. പാർവതി ഞാൻ പ്രണയിക്കുന്നത് മമ്മിക്ക് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ പറയും. മമ്മി അതറിയണല്ലോ.
എല്ലാ അമ്മമാരും അങ്ങനെയാ കൈലാഷ്. മക്കൾ അറിഞ്ഞുകൊണ്ടൊരു കുഴിയിലേക്ക് എടുത്തു ചാടുന്നത് ഒരു അമ്മയ്ക്ക് അംഗീകരിക്കാൻ കഴിയില്ല. പാർവതി ഞാൻ കല്യാണം കഴിക്കുന്നത് അറിഞ്ഞുകൊണ്ട് കുഴിയിലേക്ക് എടുത്തു ചാടുന്ന പോലെയാണെന്നാണോ നീ പറഞ്ഞു വരുന്നത്? അയ്യോ, ഞാൻ എന്റെ അഭിപ്രായമല്ല, ആന്റിയുടെ അഭിപ്രായ പറഞ്ഞത്. ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. എന്താ കാര്യം? ഭൂമിക മാഡം പാർവതി ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കിയത് വലിയ ക്രൂരതയായിപ്പോയി. അതും രാത്രിയാണെന്ന് പോലും ഓർക്കാതെ. ആ സമയത്ത് അവളെ എവിടെ പോകുന്നോർത്ത് ഞാൻ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാ കൈലാഷ് വന്ന് പാർവതി കൂട്ടിക്കൊണ്ടുപോയത്. ഹോ, അപ്പോഴാ എനിക്ക് ആശ്വാസമായത്. സത്യം പറഞ്ഞാലേ പാർവതി ഇവിടെ ഓക്കെ ആണെന്ന് അറിയാനാ ഞാൻ വന്നത്. ആന്റി പാർവതി ഇവിടെ കയറ്റിയില്ലെന്ന് ഞാനിവിടെ വന്നപ്പോഴാ അറിയുന്നത്. പാർവതി ഇപ്പൊ എവിടെയാ കൈലാഷ്? കൈലാഷ് ഇപ്പൊ എവിടെയാ അവളെ താമസിപ്പിച്ചിരിക്കുന്നത്? സേഫായ ഒരു സ്ഥലത്ത്. ഇതിൽ കൂടുതൽ പറയാൻ ഇപ്പൊ എനിക്ക് കഴിയില്ല. എന്നോട് പറഞ്ഞാൽ എന്താ പ്രശ്നം? ഞാൻ ആരോടും പറയാനൊന്നും പോകുന്നില്ല. പറയാം, സമയാവട്ടെ. അല്ല, നീ ഓഫീസിൽ വരുന്നില്ലേ? ആ ഉണ്ട്. എന്നാ വാ പോ. ആ ചേട്ടാ, അമ്മയുടെയും ദർശനയുടെയും കണ്ണിപ്പെടാതെ എങ്ങനെ ഇവിടുന്ന് പുറത്തു കിടക്കുക? ഞാനും നോക്കട്ടെ. അമ്മയും ദർശനം എവിടെയുണ്ട്? അവരവിടെ നിന്ന് മാറാതെ നിനക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല. ഇപ്പോഴെങ്ങും അവരവിടെ നിന്ന് പോകുന്നു തോന്നുന്നില്ല. നേരത്തെ ചെയ്തതുപോലെ എന്തെങ്കിലും തരികിട കാണിച്ചാലേ ഇവിടുന്ന് പോകാൻ കഴിയും. എന്ത് തരികിടയെ കാണിക്കുക? അതാ ഞാനും ആലോചിക്കുന്നത്. നീ ഒരു കാര്യം ചെയ്യ, നീ നിന്റെ ബാഗൊക്കെ റെഡിയാക്കി വെക്ക. ഞാൻ എന്തെങ്കിലും തരികിട കാണിക്കാം. ഞാൻ എന്തെങ്കിലും സിഗ്നൽ തരാം. ആ സമയത്ത് നീ അടുക്കള വാതിൽ വഴി പുറത്തിറങ്ങി പുറകുവശത്തെ മതിൽ ചാടിക്കടന്ന് റോഡിലെത്തണം. ഞാൻ എന്റെ ബൈക്കുമായിട്ട് അവിടെ വരാം. ഓക്കെ? നീ എങ്ങോട്ടാ? എനിക്ക് ഇന്നൊരു ഇന്റർവ്യൂ ഉണ്ടെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നില്ലേ? നീ ഇന്റർവ്യൂവിന് പോവാണോ? ഇന്റർവ്യൂവിന് പോകുമ്പോ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ടേ? വേണം. പക്ഷെ ഞാൻ ഇപ്പൊ പോകുന്നത് ഇന്റർവ്യൂവിനല്ല, അമ്പലത്തിലേക്കാ. ഇന്റർവ്യൂവിന് ജയിക്കാൻ ഈശ്വരന്മാരുടെയൊക്കെ അനുഗ്രഹം വേണമല്ലോ. അമ്മേ, നമ്മളിവിടെ ഇല്ലായിരുന്ന സമയത്ത് ഇവിടെ ആരോ വന്നിരുന്നു, അത് ഉറപ്പാ.